ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ആദരണീയരായ ഭക്തജനങ്ങളെ, കുളത്തിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ഒന്നാമത്തെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. 2 ദിവസം മുൻപ് ഞങ്ങൾ കുറച്ച് ഭക്തന്മാരുമായിട്ട് ഒരു തീർത്ഥയാത്രയ്ക്ക് പോയിരുന്നു. ഉദ്ദേശം ഗംഗാനദിയിൽ സ്നാനം ചെയ്യണം. മറ്റു പല ക്ഷേത്രങ്ങളിലും പോയിരുന്നു. കൽക്കട്ടയിൽ നിന്നും ഏകദേശം 130 കിലോമീറ്റർ യാത്ര ചെയ്താൽ നവദ്വീപം എന്നൊരു പുണ്യക്ഷേത്ര പരിധിയിലെത്തും. ആരെങ്കിലും നവദ്വീപത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മായാപുരി എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. അത് ശ്രീകൃഷ്ണ ഭഗവാൻ നാമസങ്കീർത്തനം പ്രചരിപ്പിക്കുവാൻ വേണ്ടി 500 വർഷങ്ങൾക്ക് മുമ്പ് ഒരു അവതാരമെടുത്തു. അവതാരത്തിൻ്റെ പേരാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അദ്ദേഹം തിരുവവതാരം ചെയ്ത സ്ഥലമാണ് നവദ്വീപം. അപ്പം അവിടെ ഹരേ കൃഷ്ണ ആശ്രമത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ രാധാകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ പണി അവിടെ നടക്കുന്നുണ്ട്, നിർമ്മാണം നടക്കുന്നുണ്ട്. അടുത്ത വർഷമാണ് ആ ക്ഷേത്രത്തിൻ്റെ ബ്രഹ്മോത്സവം. അപ്പോൾ ആ ക്ഷേത്രത്തിനെ പോയി ദർശനം എടുക്കാനും ക്ഷേത്രത്തിൻ്റെ കരയിലായിട്ട് ഒഴുകുന്ന ഗംഗാനദിയിൽ സ്നാനം ചെയ്യുവാനും കൂടിയാണ് ഭക്തന്മാരൊക്കെ പോയിരുന്നത്. അപ്പം ഇത്രയും ദൂരെ യാത്ര ചെയ്ത് ഗംഗാസ്നാനം ചെയ്യാൻ ഞങ്ങൾ പോയിരുന്നു. പക്ഷേ ഇവിടെ ഈ കുളത്തിൻകരയിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഭാഗവത ഗംഗയിൽ സ്നാനം ചെയ്യാൻ സാധിക്കും. അതിന് 2000 കിലോമീറ്റർ യാത്ര ചെയ്യണമെന്നില്ല. അപ്പം അതിനുള്ളൊരു അവസരമാണ് ഇവിടുത്തെ ഭാരവാഹികൾ നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്നത്. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി എന്നാണ് ശാസ്ത്രവാക്യം. ശ്രീമദ് ഭാഗവതത്തിനും ശ്രീകൃഷ്ണ ഭഗവാനും യാതൊരു വ്യത്യാസവുമില്ല. ഭഗവാന്റെ തിരുസ്വരൂപം തന്നെയാണ് ശ്രീമദ് ഭാഗവതം. ശ്രീമദ് എന്ന വാക്കിൽ തന്നെ ഒരു മംഗളുണ്ട്. ശ്രീ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഐശ്വര്യം. ശ്രീമദ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ശ്രീ എന്നാൽ ഐശ്വര്യം എന്ന് മാത്രമല്ല, ലക്ഷ്മി എന്നുകൂടി അർത്ഥമുണ്ട്, അല്ലേ? അതുകൊണ്ടാണ് ഭഗവാൻ ഒരു പേരുണ്ട്, ശ്രീപതി. കേട്ടിട്ടുണ്ടോ? ആരുടെ പേരാണ്? ശ്രീകൃഷ്ണ ഭഗവാന്റെ പേരാണ്, അല്ലേ? ശ്രീപതി. ശ്രീനാഥ്, അതും ഭഗവാന്റെ പേരാണ്. ഇപ്പോൾ ശ്രീമദ് എന്ന് വെച്ചാൽ ലക്ഷ്മി സമേതനായ നാരായണൻ, അല്ലെങ്കിൽ രാധാ സമേതനായ കൃഷ്ണൻ. ഭാഗവതത്തിന്, ആ വാക്കിന് നിറയെ വ്യാഖ്യാനങ്ങൾ ആചാര്യന്മാർ നൽകുന്നുണ്ട്. ഭഗാരോ ഭക്തിവാചകഃ, ഗകാരോ ഗതിർവാചകഃ, വകാരോ വരപ്രോക്തഃ, തകാരോ തത്വവാചകഃ. ഇത് ശ്രീമദ് ഭാഗവതം. ഭാഗവതം എന്നാൽ ഭക്തി, സദ്ഗതി, ശ്രേഷ്ഠത, തത്വവിചാരം, ഇതിത്രയും അടങ്ങുന്നതാണ് ശ്രീമദ് ഭാഗവതം. ഇപ്പൊ ഭാഗവതത്തിന്റെ ആരംഭം എന്ന് പറയുന്നത്
ശ്രീമദ് ഭാഗവത മാഹാത്മ്യത്തിൽ നിന്നാണ്. പാത്മപുരാണത്തിൽ 6 അധ്യായങ്ങളിലായിട്ട് ശ്രീമദ് ഭാഗവത മാഹാത്മ്യം പ്രതിപാദിക്കുന്നു. അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒരു ചരിത്രമുണ്ട്. അതാണിന്ന് നമ്മൾ ശ്രവണം ചെയ്യേണ്ടത്. പണ്ട് തുംഗഭദ്ര നദിക്കരയിൽ ആത്മദേവൻ എന്നൊരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ ഉണ്ടായിരുന്നു. തുംഗഭദ്ര നദി എവിടെയുള്ളത്? കേട്ടിട്ടുണ്ടോ? തുംഗഭദ്ര കേട്ടിട്ടുണ്ടോ? വളരെ പ്രസിദ്ധമായിട്ടുള്ള നദിയാണ്. സാധാരണഗതിയിൽ 7 നദികൾ പ്രസിദ്ധരാണ്. ഗംഗേ ച യമുനെ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. ഗംഗ യമുന, ഗംഗേ ച യമുനെ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി. ഇത് 7 പ്രധാനപ്പെട്ട പുണ്യനദികൾ. ഇതുകൂടാതെ ഏകദേശം 600ഓളം പുണ്യനദികൾ ഭാരതത്തിലുണ്ടെന്നാണ് പറയുന്നത്. അതിലൊരു പുണ്യനദിയാണ് ഏത് നദി? തുംഗഭദ്ര. ഈ തുംഗഭദ്ര നദിക്കരയിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു തീർത്ഥാടന കേന്ദ്രമുണ്ട്. അവിടെ ഒരു മഹാന്റെ ജീവസമാധിയുണ്ട്. അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. മന്ത്രാലയം റോഡ് എന്നാണ് റെയിൽവേ സ്റ്റേഷന്റെ പേര്. അവിടുന്ന് കുറച്ച് ദൂരം യാത്ര ചെയ്താൽ ഈ മഹാന്റെ ജീവസമാധി അടങ്ങുന്ന ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. ഏതാണ് ആ ക്ഷേത്രം? ആരാണ് ആ മഹാൻ? രാഘവേന്ദ്ര സ്വാമികൾ. രാഘവേന്ദ്ര സ്വാമികളുടെ ജീവസമാധി സ്ഥിതി ചെയ്യുന്നത് മന്ത്രാലയത്തിലാണ്. അവിടെ ആ ക്ഷേത്രം ഉള്ളത് തുംഗഭദ്ര നദിയുടെ കരയിലാണ്. അപ്പൊ ഈ തുംഗഭദ്ര നദിക്കരയിൽ ആത്മദേവൻ എന്ന ബ്രാഹ്മണ ശ്രേഷ്ഠൻ, അദ്ദേഹത്തിന്റെ പത്നിയുടെ പേര് ദുന്ദുലി. അവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ട്, പക്ഷെ പുത്രഭാഗ്യമില്ല. ചിലർക്ക് പുത്രഭാഗ്യം ഉണ്ടാവാറുണ്ട്, ചിലർക്ക് പുത്രഭാഗ്യം ഇല്ല. എന്തുകൊണ്ട് ചിലർക്ക് പുത്രഭാഗ്യം ഉണ്ടാവുന്നില്ല? എന്തായിരിക്കും കാരണം? എല്ലാറ്റിനും കാരണമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നില്ല. ഉണ്ടോ? എല്ലാറ്റിനും കാരണമുണ്ട്. ഇന്ന് ഇവിടെ കുറച്ച് പേര് ഇവിടെ വന്നിരിക്കുന്നു, ഭാഗവത മാഹാത്മ്യം ശ്രവണം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും കാരണമുണ്ട്. ഈ പ്രദേശത്തിൽ ആയിരക്കണക്കിന് ജനങ്ങളുണ്ട്, പക്ഷെ എല്ലാവർക്കും ഇവിടെ വരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല. അതിനും ഒരു സുകൃതം വേണം, അല്ലേ? അപ്പോൾ ശാസ്ത്രം പറയുന്നു, നമ്മൾ ഈ ജന്മത്തിൽ ആരോടെങ്കിലും കടം വാങ്ങുന്നു, എന്നിട്ട് ആ കടം തിരിച്ചടയ്ക്കാതെ നമ്മൾ മരണപ്പെട്ടു പോകുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ആരിൽ നിന്നാണോ കടം വാങ്ങിയത് ആ വ്യക്തി അടുത്ത ജന്മത്തിൽ നമ്മുടെ ആരായിട്ട് ജനിക്കും? മകനോ മകളോ ആയിട്ട് ജനിക്കും. എന്തിനാ ജനിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ജന്മം വാങ്ങിയ കടം മുതലും പലിശയും ചേർത്ത് ഈടാക്കും. നമ്മുടെ മക്കൾ അതിൽ എക്സ്പേർട്സ് അല്ലേ? ആണ്, അല്ലേ? അപ്പോൾ ചിലർക്ക് കുട്ടികളില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മുജ്ജന്മത്തിൽ അവര് കടം വാങ്ങിച്ചിട്ടില്ല, അല്ലെങ്കിൽ വാങ്ങിച്ച കടം കൃത്യമായിട്ട് തിരിച്ചടച്ചിട്ടുണ്ട്. അപ്പൊ കുട്ടികളില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കണ്ട. ഗുരുവായൂരപ്പന്റെ ഭക്തന്മാരൊക്കെ പറയുന്നത് എന്താണ്? ഞങ്ങൾക്കൊരു മോനുണ്ട്. ആരാണത്? ഗുരുവായൂരപ്പൻ, അല്ലേ? ആ മോൻ ഏതായാലും മുതലും പലിശയും ചേർത്ത് നമ്മുടെ അടുത്തൊന്നും ഈടാക്കത്തില്ല. അപ്പൊ ഏതായാലും ഇദ്ദേഹത്തിന് കുട്ടികളില്ല എന്നുള്ളൊരു സങ്കടം. ഇദ്ദേഹം എന്തൊക്കെയോ പൂജകളും ഹോമങ്ങളും ഒക്കെ ചെയ്തു നോക്കി, കുട്ടികൾ ഉണ്ടാവുന്നില്ല. ഉടനെ അദ്ദേഹം നൈരാശ്യം ബാധിച്ച് വനത്തിലേക്ക് യാത്രയായി. അവിടെ കുറേ ദൂരം നടന്നു. ഒരു വലിയ കുളത്തിൻ്റെ തീരത്തെത്തി. ഈ കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു കുളത്തിൽ ചാടാൻ പോയപ്പോൾ അവിടെ ഒരു സന്യാസി വര്യൻ വന്നിട്ട് പറഞ്ഞു, അരുത്, ആത്മഹത്യ വലിയ പാപമാണ് എന്ന് പറഞ്ഞു. ആത്മഹത്യ പാപമാണോ? അതെങ്ങനെ പാപമാവും? നമ്മുടെ ശരീരത്തെ
നമ്മൾ നശിപ്പിക്കുന്നു അല്ലേ? ഇതിലെന്ത് പാപമാണുള്ളത്? ഇതിലെന്തെങ്കിലും പാപമുണ്ടോ? ഉണ്ടോ? ഉണ്ട്. എന്തുകൊണ്ട് അതിനെ പാപമെന്ന് പറയുന്നു? കാരണം ഇത് കൃഷ്ണ, ഇത് നമ്മുടെ ശരീരം അല്ല. ഈ ശരീരം ആരാണ് നമുക്ക് തന്നത്? ഭഗവാൻ തന്നതാണ് അല്ലേ? അപ്പോ ഇത് ഭഗവാന്റെ സ്വത്താണ്. ഭഗവത് സ്വത്തിനെ നശിപ്പിക്കുക എന്ന് പറയുന്നത് പാപം തന്നെയാണ്. അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ആത്മഹത്യ ഒന്നിനുമുള്ള ഒരു പരിഹാരമല്ല, മറിച്ച് അതൊരു ഒളിച്ചോട്ടമാണ്. ജനങ്ങൾ വിചാരിക്കുന്നത് ചത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാം അവസാനിക്കുമെന്ന്. ഇല്ല, മരണം ഒരു അധ്യായത്തിൻ്റെ അവസാനം മാത്രമാണ്. കഥ പിന്നെയും തുടരും അല്ലേ? അതുമാത്രമല്ല, നമ്മൾ ഒരു വ്യക്തി, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളുടെ ആയുസ് എന്ന് പറയുന്നത് 80 വർഷമാണെന്ന് വിചാരിക്കുക. അയാൾ 60ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കുന്നറിയാമോ? ഇനിയും 20 വർഷങ്ങൾ കഴിഞ്ഞേ ഈ ആത്മാവിന് അടുത്ത ശരീരം ലഭിക്കുകയുള്ളൂ. അപ്പൊ ഈ 20 വർഷം ഈ ആത്മാവ് എന്ത് ചെയ്യും? അലഞ്ഞു തിരിയും. ഊട്ടി, കൊടൈക്കനാൽ അവിടെയൊക്കെ ഒന്ന് പോയി സെൽഫിയൊക്കെ എടുക്കാം. പക്ഷേ ഏറ്റവും വേദനാജനകമായിട്ടുള്ളൊരു അനുഭവമാണ് ഈ അലഞ്ഞു തിരിച്ചില്ലെന്ന് പറയുന്നത്. കാരണം ആ സമയത്തിൽ ഈ വ്യക്തിക്ക് വിശക്കും, പക്ഷെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ദാഹിക്കും, പക്ഷെ വെള്ളം കുടിക്കാൻ പറ്റില്ല. താൻ ആരെയാണോ സ്നേഹിച്ചിരുന്നത് അവരുമായിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ സംസാരിക്കാൻ പറ്റില്ല. അങ്ങേയറ്റം വേദനാജനകമായ ഒരവസ്ഥയാണ്. അതുകൊണ്ട് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമേ അല്ല. ഇതെന്തിനാ ഈ ഭാഗവത മഹാത്മ്യം പറയുന്നതിൻ്റെ ഇടയ്ക്ക് ആത്മഹത്യയെക്കുറിച്ച് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ആത്മഹത്യാ നിരക്കുള്ള സംസ്ഥാനം ഏതാണെന്നറിയാമോ? ഏതാണ്? നമ്മുടെ കേരളം. അതിലൊക്കെ നമുക്ക് അഭിമാനിക്കാം. ഏറ്റവും സാക്ഷരതയുള്ള സംസ്ഥാനം. അപ്പം ഈ ഇത്രയും പഠിച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇതൊക്കെ ആണ് നമ്മൾ ഈ സപ്താഹവേദിയിൽ നമ്മൾ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ. സപ്താഹം എന്ന് പറഞ്ഞാൽ കുറേ പുരാണ കഥകൾ മാത്രമല്ല. ഇപ്പം നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ആദ്യം ശ്രവണം, പിന്നീട് മനനം, അത് കഴിഞ്ഞാൽ നിധിധ്യാസനം, അത് കഴിഞ്ഞാൽ ആചരണം. ഇത്രയും കഴിയുമ്പോഴാണ് സപ്താഹം പൂർണ്ണമാകുന്നത്. അപ്പോൾ ഈ സന്യാസി വര്യൻ പറഞ്ഞു ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ എനിക്ക് കുട്ടികളില്ല. അപ്പോൾ അദ്ദേഹം കുറച്ചു നേരം കണ്ണടച്ചിരുന്നിട്ട് ഒരു ധ്യാനത്തിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ ജന്മത്തിൽ കുട്ടികൾ ഉണ്ടാവില്ല, നിങ്ങൾക്ക് സന്താനഭാഗ്യം ഇല്ല, അതുകൊണ്ട് നിങ്ങളിനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം അതിനെ അംഗീകരിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞു, ഇല്ല, എനിക്ക് കുട്ടികളില്ലെന്നുണ്ടെങ്കിൽ ഞാൻ കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സന്യാസി വര്യൻ പറഞ്ഞു, സന്യാസേ സർവദാ സുഖം. ഏറ്റവും സുഖം എന്ന് പറയുന്നത് സന്യാസാവസ്ഥയാണ്. നിനക്ക് കുട്ടികളില്ലെന്നുണ്ടെങ്കിൽ നീ സന്യസിക്കുക, അല്ലെങ്കിൽ ഭാര്യയുമായിട്ട് തീർത്ഥാടനത്തിന് പോ. അതായത് ഒരു മനുഷ്യന് 4 അവസ്ഥയിലൂടെ കടന്നു പോകണം. ആദ്യത്തെ അവസ്ഥയാണ് ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം എന്ന അവസ്ഥയിൽ നമ്മൾ വിദ്യാഭ്യാസം നേടണം. വിദ്യാഭ്യാസം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഗൃഹസ്ഥാശ്രമമാണ്. ആ ദശയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിവാഹം കഴിച്ച് കുടുംബമായിട്ടായിട്ട് ജീവിച്ചിരിക്കുന്നത്. പക്ഷേ അതോടുകൂടി എല്ലാം അവസാനിക്കുന്നില്ല. ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞാൽ വീണ്ടും ഒരു സ്റ്റേജ് ഉണ്ട്. അതിൻ്റെ പേരാണ് എന്ത്? വാനപ്രസ്ഥം. വാനപ്രസ്ഥം എന്താണെന്ന് ചോദിച്ചാൽ ആൾക്കാർ വരും, അത് നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു സിനിമ എന്ന് പറയും. വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? കുടുംബകാര്യങ്ങളിൽ നിന്നൊക്കെ പിൻവാങ്ങി ഉത്തരവാദിത്തങ്ങളൊക്കെ കുട്ടികളെ ഏൽപ്പിച്ചിട്ട് ഭാര്യയും ഭർത്താവും തീർത്ഥാടനത്തിന് ഇറങ്ങുന്ന അവസ്ഥയാണ് വാനപ്രസ്ഥം എന്ന് പറയുന്നത്.
ആ വാനപ്രസ്ഥം കഴിഞ്ഞ് അടുത്ത സ്റ്റേജ്, അവസാനത്തെ സ്റ്റേജാണ് സന്യാസം. ഏറ്റവും സുഖകരമായിട്ടുള്ളൊരവസ്ഥയാണ് സംന്യാസം എന്ന് വെച്ചാൽ പൂർണ്ണമായ വിരക്തി. എല്ലാറ്റിനെയും ത്യജിക്കുക. എല്ലാറ്റിനെയും ത്യജിച്ചാൽ എങ്ങനെ സന്തോഷം ഉണ്ടാവും എന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മളൊരു യാത്ര പോവുകയാണ്, ഒരു 50 കിലോ ലഗേജും നമ്മുടെ തലയിൽ ചുമന്നുകൊണ്ട് യാത്ര പോകുന്നതാണ് എളുപ്പം, അതോ ഫ്രീ ആയിട്ടൊരു ചെറിയ ഹാൻഡ് ബാഗുമായിട്ട് പോകുന്നതാണ് എളുപ്പം? അതാണ് എളുപ്പം, അല്ലേ? പക്ഷെ നമ്മൾ സമ്മതിക്കത്തില്ല. നമ്മൾ പറയാം, ഇല്ലല്ല, എനിക്ക് വലിയ ബാഗ് വേണം, എങ്കിലേ എനിക്കൊരു സമാധാനമുള്ളൂ. ആ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ മനസ്സിലാവും സന്യാസേ സർവഥാ സുഖം. അപ്പൊ ഇദ്ദേഹം എന്തൊക്കെ പറഞ്ഞു നോക്കിയിട്ടും ആത്മദേവന് തൃപ്തിയാവുന്നില്ല. ആത്മദേവൻ പിടിവാശി പിടിക്കുന്നു. അപ്പൊ അദ്ദേഹം വീണ്ടും ധ്യാനത്തിലിരുന്നിട്ട് ഒരു വിശിഷ്ടമായിട്ടുള്ള ഒരു മാമ്പഴം അദ്ദേഹത്തിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ പത്നിക്ക് കൊടുക്ക്, ഇത് കഴിച്ചാൽ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. ആത്മദേവന് വലിയ സന്തോഷമായി. അദ്ദേഹം ആ സന്യാസിയെ നമസ്കരിച്ചിട്ട് നേരെ ഭാര്യയുടെ അടുത്ത് ചെന്നു. ഭാര്യയുടെ പേരാണ് ദുന്ദുലി. അവർക്ക് ഈ പഴം കൊടുത്തിട്ട് പറഞ്ഞു, ഇങ്ങനെ സന്യാസി വര്യൻ തന്ന വിശിഷ്ടമായിട്ടുള്ള പഴമാണിത്, മാമ്പഴമാണ്, ഇത് കഴിച്ചാൽ നിനക്ക് ഗർഭിണിയാവാം, നമുക്ക് കുട്ടികളുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീ എന്ത് ചെയ്തെന്നറിയാമോ? അത് കഴിക്കുന്നതിന് പകരം ആ മാമ്പഴത്തെ ആ സ്ത്രീ ഗോശാലയിൽ പശുവിന് കൊടുത്തു. അതെന്താ അവർ കഴിക്കാത്തതെന്ന് ചോദിച്ചാൽ, അവർ വിചാരിച്ചത് ഞാൻ ഗർഭിണിയായി കഴിഞ്ഞാൽ വയറൊക്കെ വലുതാവും, പിന്നെ ഒരു 10 മാസം ഇതിനെയും ചുമന്നുകൊണ്ട് നടക്കണം, എൻ്റെ സൗന്ദര്യമൊക്കെ കുറഞ്ഞു പോകും, പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രസവ വേദന, പിന്നെ ഈ കുട്ടിയെ വേറെ വളർത്തണം, അത് ഉറങ്ങണ സമയത്ത് കരയും, ഞാൻ ഉറങ്ങാൻ പോകുമ്പം കരയും, പിന്നെ എല്ലാ തരത്തിലുള്ള ശല്യങ്ങളുണ്ടാവും, അതുകൊണ്ട് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഈ മാമ്പഴം പശുവിന് കൊടുത്തു. പശു കഴിച്ചു. ഇതിനിടെ ആത്മദേവൻ തീർത്ഥയാത്രയ്ക്ക് പോയിട്ട് വരാം, നമുക്ക് കുട്ടി ഉണ്ടാവാൻ പോവുകയല്ലേ, ഭഗവാനോടൊക്കെ ഒരു നന്ദി പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആത്മദേവൻ തീർത്ഥാടനത്തിന് പോയി. അപ്പം ഈ ദുന്ദലിക്ക് ഇപ്പോൾ അടുത്ത പ്രശ്നം എന്താണ്? തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് ആത്മദേവൻ തിരിച്ചു വരുമ്പോൾ എന്ത് കൊടുക്കണം? കുഞ്ഞിനെ കൊടുക്കണം. പണ്ടൊക്കെ തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ നടന്നു പോകും, മാസങ്ങളെടുക്കും തിരിച്ചു വരാൻ. അപ്പോൾ കുഞ്ഞിനെ എവിടെ പോകുന്നത് നോക്കിയപ്പോൾ ഈ ദുന്ദുലിയുടെ സഹോദരി, അവർ ഗർഭിണിയാണ്. അവർ പറഞ്ഞു, ഞാനും അബദ്ധത്തിൽ ഗർഭിണി ആയതാണ്, എനിക്കും ഈ കുഞ്ഞിനെ പ്രസവിക്കാനും വളർത്താനൊന്നും ഒരു താല്പര്യമില്ല, എന്ത് ചെയ്യാൻ പെട്ടുപോയി, ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച് നിനക്ക് തരാം, നീ എനിക്ക് അതിന് പകരം എന്തെങ്കിലും കാശ് തന്നാൽ മതി എന്ന് പറഞ്ഞു. നല്ല സഹോദരി. അപ്പോൾ അങ്ങനെ അവർ തമ്മിലൊരു എഗ്രിമെൻ്റ് ഒക്കെ സൈൻ ചെയ്തു. അവർ പ്രസവിച്ച കുഞ്ഞിനെ ഈ ദുന്ദുലിക്ക് കൊടുത്തു. ഇതിനിടെ ഈ മാമ്പഴം കഴിച്ച പശുവിന് എന്ത് പറ്റി? അത് ഗർഭം ധരിച്ചു. എന്നിട്ട് അതും ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. പക്ഷെ അത് പ്രസവിച്ചത് ഒരു മനുഷ്യ കുഞ്ഞിനെയായിരുന്നു. കാരണം വിശിഷ്ടമായിട്ടുള്ളൊരു മാമ്പഴമാണ്, അല്ലേ? ആ സന്യാസി വര്യൻ കൊടുത്തതാണ്. പക്ഷെ ആ കുട്ടിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ശരീരമെല്ലാം മനുഷ്യ ശിശുവിൻ്റെ ശരീരം, പക്ഷെ കാത് മാത്രം പശുവിൻ്റെ കാത്, അമ്മയുടെ കാത് വന്നു അതിന്. അപ്പം അതുകൊണ്ട് ആ കുഞ്ഞിന് എന്ത് പേരിട്ടു? ഗോകർണൻ. ഗോ എന്ന് പറഞ്ഞാൽ പശു, അല്ലേ? ഗോവിന്ദൻ എന്ന് ഭഗവാൻ ഒരു പേരുണ്ട്. ആ പേരിൻ്റെ അർത്ഥം എന്താണ്? ഗോക്കൾക്ക് ആനന്ദം പ്രദാനം ചെയ്യുന്നവനത്രേ ഗോവിന്ദൻ. അപ്പൊ ഗോ എന്ന് പറഞ്ഞാൽ പശു എന്നർത്ഥം. അപ്പൊ പശുവിൻ്റെ പോലത്തെ ചെവി വന്നതുകൊണ്ട് ഈ കുഞ്ഞിന് ഗോകർണൻ എന്ന് പേരിട്ടു. ആത്മദേവൻ തിരിച്ചു വന്നപ്പോൾ ഈ കുട്ടിയാണ് കൊടുത്തത്. അപ്പൊ ആത്മദേവൻ ആത്മദേവന് സന്തോഷമായി. 2 കുട്ടികളെ കെട്ടി. ഒന്ന് ആ സഹോദരിയുടെ കുഞ്ഞ്, മറ്റൊന്ന് ഗോകർണൻ. ഈ സഹോദരിയുടെ കുഞ്ഞിൻ്റെ പേരാണ് ദുന്ദുകാരി. അപ്പൊ ഈ 2 കുട്ടികളെയും ഒരേപോലെ ഒരേ സാഹചര്യത്തിലാണ് വളർത്തുന്നത്. പക്ഷെ ദുന്ദുകാരി എല്ലാവിധത്തിലുള്ള ദുശീലങ്ങൾക്കും അടിമയായി. ഗോകർണൻ സദ്ഗുണസമ്പന്നനായിട്ട് വളരുന്നു. അപ്പൊ ഇവിടെ ഒരു ചോദ്യം, ഒരേ സാഹചര്യത്തിൽ ഒരേ വീട്ടിൽ വളരുന്ന 2 കുട്ടികളുടെ സ്വഭാവം
എന്തുകൊണ്ടാണ് വ്യത്യസ്തമായത്? എന്തായിരിക്കും കാരണം? കാരണം നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നു 16 വിധം സംസ്കാരങ്ങളുണ്ട്. അതിൻ്റെ പേരാണ് ഷോഡശ സംസ്കാരം. അതിലെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് ഗർഭാധാന സംസ്കാരം. എന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവും വളരെയധികം ഭക്തിശ്രദ്ധയോടുകൂടി നല്ലൊരാത്മാവ് എനിക്ക് കുഞ്ഞായിട്ട് വരണം എന്ന് പൂജയൊക്കെ ചെയ്ത് നാമമൊക്കെ ചെയ്ത് ഒന്നു ചേരുമ്പോൾ ഉണ്ടാവുന്ന കുട്ടികളാണ് സത്സന്താനങ്ങളാവുന്നത്. ആ ഗർഭാധാന സംസ്കാരം ചെയ്യപ്പെടുന്ന കുട്ടികൾക്കാണ് നല്ല സ്വഭാവം ഉണ്ടാവുന്നത്. ഇനി ഗർഭം ധരിച്ചു കഴിഞ്ഞാലും പഴയ കാലത്തിലൊക്കെ മുത്തശ്ശിമാർ പറയും, ഗർഭിണികള് നല്ല ഭക്തിയോടെ ഇരിക്കണം, നാമം ജപിക്കണം, പ്രഹ്ലാദസ്തുതി വായിക്കണം, അല്ലേ? കേട്ടിട്ടില്ലേ? സന്തോഷത്തോടെ ഇരിക്കണം, ദേഷ്യപ്പെടാൻ പാടില്ല എന്നൊക്കെ പറയില്ലേ? എന്താ കാരണം? കാരണം അമ്മയുടെ മനോവിചാരങ്ങൾ ആരെയും ബാധിക്കും? കുഞ്ഞിനെയും ബാധിക്കും, അല്ലേ? പ്രഹ്ലാദൻ എന്നൊരു ഭക്തനുണ്ട് ഭാഗവതത്തിൽ, അല്ലേ? പ്രഹ്ലാദൻ യഥാർത്ഥത്തിൽ ഒരു അസുര സന്താനാണ്, അല്ലേ? പ്രഹ്ലാദന്റെ അച്ഛൻ ആരാണ്? ആര്? ഹിരണ്യകശിപു. മഹാദുഷ്ടനായിട്ടുള്ള ഒരു അസുരനാണ്. പക്ഷെ ആ ദുഷ്ടനായ അസുരന് ജനിച്ച മകൻ ഒരു സർവോത്കൃഷ്ടനായ ഭക്തനായിരുന്നു, അല്ലേ? അതെങ്ങനെ ആ കുട്ടിക്ക് ഇത്രയും ഭക്തി വന്നു? എന്താ കാരണം? കാരണം പ്രഹ്ലാദന്റെ അമ്മയുടെ പേരാണ് കയാതു. കയാതു ഗർഭിണിയായിരിക്കുമ്പോൾ നാരദമുനിയുടെ ആശ്രമത്തിലാണ് കഴിഞ്ഞിരുന്നത്. ആ സമയത്ത് എന്നും നാരദമുനി ഭാഗവതം പറഞ്ഞു കൊടുക്കുമായിരുന്നു കയാതുവിന്. എന്നും നാമം ജപിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഭാഗവതം കേട്ട് നാമജപം കേട്ട് ആ ഗർഭകാലം ചെലവഴിച്ചത് കൊണ്ടാണ് അസുരവിത്തായിരുന്നിട്ട് പോലും പ്രഹ്ലാദൻ സദ്ഗുണങ്ങളുള്ള ഒരു ഭക്തനായിട്ട് ജനിച്ചത്. അപ്പം ഇത് വളരെ പ്രധാനമാണ്. എപ്പോഴും നമ്മൾ ഗർഭകാലാവസ്ഥയിലുള്ള അമ്മമാര് എപ്പോഴും ഭക്തിശ്രദ്ധയോടുകൂടി ജീവിക്കണം. പലപ്പോഴും നമ്മൾ കുട്ടികൾ ജനിച്ചതിന് ശേഷം അവരെ ട്രെയിൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. കുട്ടികളെ ട്രെയിൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഏതാണെന്നറിയാമോ? ആ 9 മാസമാണ്. കാരണം ആ സമയത്ത് അമ്മയുടെ എല്ലാ മനോവിചാരങ്ങളും ആ കുട്ടിയിലേക്ക് സന്നിവേശിക്കപ്പെടും. പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ നമ്മൾ പറയുന്നത് പോലെ കേൾക്കണമെന്നില്ല. ഇടത്തോട്ട് തിരിയാൻ പറഞ്ഞാൽ അവൻ വലത്തോട്ട് തിരിയും, അല്ലേ? അതുകൊണ്ട് ഏറ്റവും നല്ല സമയം ഗർഭാവസ്ഥയിൽ കുട്ടികളെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഏതായാലും ദുന്ദുകാരി അങ്ങേയറ്റം ദുശ്ശീലങ്ങളോടുകൂടി വളർന്നു. ഗോകർണൻ വിശിഷ്ടമായ ഗുണങ്ങളോടുകൂടി വളർന്നു. ദുന്ദുകാരി വളർന്ന് വലുതായി. അച്ഛനും അമ്മയും എപ്പോഴും ശല്യം ചെയ്യും, കാശ് ചോദിക്കും, കാശ് വാങ്ങിച്ചിട്ട് മദ്യപിക്കും. അരുതാത്ത എല്ലാ സ്വഭാവങ്ങളുമുണ്ട്. ചീത്ത സ്ത്രീകളുമായിട്ടാണ് കൂട്ടുകെട്ട്. ഇങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. കാശ് കൊടുക്കാതെയാവുമ്പോൾ ദുന്ദുകാരി സ്വന്തം അച്ഛനെയും അമ്മയെയും മർദ്ദിക്കുവാൻ തുടങ്ങി. ഇങ്ങനെ മകൻ്റെ അടിയേറ്റ് ഒരു വേദനാകരമായിട്ടുള്ളൊരു അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ആത്മദേവൻ ഒരു ദിവസം തീരുമാനിച്ചു, ഇങ്ങനെ സ്വന്തം മകൻ്റെ ചവിട്ടും തൊഴിയുമായിട്ട് കഴിയുന്നതിനേക്കാളും കാട്ടിൽ പോയി സന്യാസം എടുക്കാമെന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് അദ്ദേഹം കുടുംബമെല്ലാം ഉപേക്ഷിച്ച് സ്വന്തം മകനെയും ഉപേക്ഷിച്ച് കാട്ടിൽ സന്യാസം എടുക്കാൻ പോയി. ഇത് തന്നെയല്ലേ നേരത്തെ അദ്ദേഹവും പറഞ്ഞത്? ആര്? ആ സന്യാസി വര്യൻ എന്താ പറഞ്ഞത്? സന്യാസേ സർവദാ സുഖം. ഇപ്പോൾ 2 അടിയൊക്കെ കിട്ടിയപ്പോൾ മകൻ്റെ അടുത്ത് നിന്ന് ഇപ്പൊ പഠിച്ചു, ശരിയാണ്, സന്യാസം എടുത്താൽ മതിയായിരുന്നു. അപ്പം അതാണ് പറയുന്നത്, ഭഗവാൻ നമുക്ക് എന്താണോ തന്നിട്ടുള്ളത് അതിൽ തൃപ്തരാവാൻ പഠിക്കണം. ചാണക്യ പണ്ഡിതൻ പറയുന്നു, 3 കാര്യങ്ങളിൽ ആരാണോ തൃപ്തിപ്പെടുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴും സുഖവും സന്തോഷവും ഉണ്ടാവും. ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? 1, അവനവന് ഭഗവാൻ തരുന്ന വരുമാനം, അതിൽ നമ്മൾ തൃപ്തിപ്പെടണം.
എനിക്ക് 40,000 ശമ്പളമേ ഉള്ളൂ, ഇതാ എൻ്റെ അപ്പുറത്തെ വീട്ടുകാരന് 65,000 ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഒരു തൃപ്തി ഉണ്ടാവില്ല, മനസ്സമാനം ഉണ്ടാവില്ല. സോ കിട്ടുന്ന വരുമാനത്തിൽ തൃപ്തി അടയണം. രണ്ടാമത് കിട്ടുന്ന അന്നത്തിൽ തൃപ്തി അടയണം. മൂന്നാമത് കിട്ടിയ ജീവിത പങ്കാളിയിൽ തൃപ്തി അടയണം. അയ്യോ, ഇവളുടെ മൂക്ക് കുറച്ചുകൂടി നീണ്ടിരുന്നെങ്കിൽ നന്നായിരുന്നേനെ, ഇവള് കുറച്ചുകൂടെ വെളുത്തിട്ടായിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമായി. അപ്പൊ ചിലർ പറയും, ഇങ്ങേരെ ഞാൻ എന്ന് കല്യാണം കഴിച്ചോ അന്ന് തുടങ്ങിയതാണ് എൻ്റെ കഷ്ടകാലം. ഇത് തന്നെ അദ്ദേഹവും പറയും. അപ്പൊ ഇതിന് എന്നാണ് ഒരവസാനം? മാറി മാറി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് വിധിച്ചത് ഇതാണ്. അപ്പൊ ഇത് വെച്ച് തൃപ്തിയോടെ ജീവിക്കാൻ പഠിക്കുക. അപ്പൊ ഏതായാലും ആത്മദേവൻ തൃപ്തി വന്നില്ല. അടി കൊണ്ടപ്പോൾ മനസ്സിലായി. സന്യാസമെടുത്ത് കാട്ടിലേക്ക് പോയി. അവിടെ ഗോകർണൻ, മറ്റൊരു മകൻ, പർണശാലയൊക്കെ ചമച്ച് അവിടെ ഇരിക്കുകയാണ്. ഗോകർണൻ രാമനാമമൊക്കെ ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ രാമനാമം ജപിച്ച് ആത്മദേവൻ ഭാഗവതമൊക്കെ കേട്ടു. ഭാഗവത കഥകളൊക്കെ കേട്ടിട്ട് ആത്മദേവൻ സാഫല്യമടഞ്ഞ് മോക്ഷപഥത്തിലേക്ക് പോയി. പക്ഷെ ആത്മദേവന്റെ പത്നിയായ ദുന്ദുലി, അവർക്ക് മകനോട് അപ്പോഴും ആസക്തി തീർന്നില്ല. മകൻ അടിച്ചാലും തൊഴിച്ചാലും എൻ്റെ മകനല്ലേ, സാരമില്ല എന്ന് പറഞ്ഞിട്ട് കൂടെ തന്നെ കഴിഞ്ഞു. ഒടുവിൽ ഒരിക്കൽ മകൻ കാശ് ചോദിച്ചു. കാശൊന്നും ഇല്ല കൊടുക്കാൻ. സ്ത്രീകളുടെ കൂടെ കൂത്താടുവാനാണ് കാശ് ചോദിച്ചത്. അവരുടെ അടുത്ത് കാശില്ല. ദേഷ്യം വന്ന മകൻ എന്ത് ചെയ്തു? സ്വന്തം അമ്മയെ ഒരു പൊട്ടക്കണത്തിൽ തള്ളിയിട്ട് കൊന്നു. അപ്പൊ അവരുടെ കാര്യം തീരുമാനമായി. അപ്പൊ ഏതായാലും ഇനി ഈ ദുന്തുകാരിക്ക് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. നല്ല ഫ്രീ ആയി. ദുന്തുകാരി ചീത്ത സ്ത്രീകളെയൊക്കെ വീട്ടിൽ വിളിച്ചിട്ട് വന്നിട്ട് അവിടെ അവരുമായിട്ട് താമസം ആരംഭിച്ചു. പക്ഷെ ഈ സ്ത്രീകൾക്ക് കാശ് കൊടുത്തുകൊണ്ടേയിരിക്കണം. കാശ് കൊടുത്താലേ അവർ സ്നേഹം കാണിക്കുള്ളൂ. അപ്പൊ കാശ് കൊടുക്കാതെ ആയപ്പോൾ ആ സ്ത്രീകൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ് ദുന്തുകാരി, ഇവിടെ അടുത്ത് രാജാവിൻ്റെ കൊട്ടാരത്തിൽ പോയിട്ട് രാജ്ഞിയുടെ ആഭരണങ്ങളൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോവാ. അത് ഞങ്ങൾക്ക് തന്നാൽ മതി, പിന്നെ ഞങ്ങൾ കാശേ ചോദിക്കില്ല. ആജീവനാന്തം ഞങ്ങൾ നിന്റെ കൂടെ സ്നേഹത്തോടെ കഴിഞ്ഞോളാം എന്ന് ഈ സ്ത്രീകൾ പറഞ്ഞു. ഇയാൾ ഈ സ്ത്രീകളുടെ വാക്കും കേട്ട് കൊട്ടാരത്തിൽ ചെന്ന് രാജ്ഞിയുടെ ആഭരണങ്ങളൊക്കെ മോഷ്ടിച്ചു കൊണ്ടുവന്നു. ഇവർക്ക് കൊടുത്തു. അപ്പോൾ ഇവർ വലിയ സ്നേഹമൊക്കെ കാണിച്ചു. പക്ഷെ അവിടെ പടയാളികൾ ഈ മോഷ്ടാവിനെ തെരഞ്ഞ് നാടെങ്ങും അന്വേഷണം ആരംഭിച്ചു. ഈ സ്ത്രീകൾ ഈ വിവരം അറിഞ്ഞു. അപ്പോൾ ഈ സ്ത്രീകൾ വിചാരിച്ചു, ഏതായാലും ഇവരന്വേഷിച്ച് നമ്മുടെ വീട്ടിൽ വരും, ഇയാളുടെ കൂടെ ഇരുന്നാൽ ഞങ്ങളും പെട്ടുപോകുമെന്ന് വിചാരിച്ചിട്ട് രാത്രി ഇയാൾക്ക് നിറയെ മദ്യമൊക്കെ കൊടുത്ത് ഇയാളെ അബോധാവസ്ഥയിലാക്കിയിട്ട് ഇയാളുടെ തലയിൽ ഒരു വലിയ കല്ലെടുത്തിട്ട് ഇയാളെ കൊന്നിട്ട് ഈ സ്ത്രീകൾ ആഭരണവുമായിട്ട് കടന്നു കളഞ്ഞു. അയ്യോ, ഇങ്ങനെയൊക്കെ നടക്കുമോ അക്കാലത്തെന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് കൂടുതലാണെന്നേ ഉള്ളൂ. ഭഗവത് ചിന്തയില്ലാതെ ഇതുപോലുള്ള ജീവിതത്തിൻ്റെ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നതെങ്കിൽ ഇതുപോലുള്ളതൊക്കെ ഏത് കാലത്തിലും നടക്കും. അങ്ങനെ ദുന്തുകാരിയും മരിച്ചു. അപമൃത്യു, കൊലപ്പെടുത്തിയാണ് കൊന്നത്. അപ്പോൾ ഈ ആത്മാവിന് ഒരു ഗതി കിട്ടുന്നില്ല. അതായത് ശാസ്ത്രങ്ങൾ പറയുന്നു, പ്രത്യേകിച്ച് ഗരുഡ പുരാണത്തിൽ പറയുന്നു, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് മടങ്ങിപ്പോവുക എന്നുള്ളതാണ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? മോക്ഷം, മുക്തി എന്നൊക്കെ പറയുന്നത്. മോക്ഷത്തിനും മുക്തിക്കുമുള്ള കാര്യങ്ങൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ ചെയ്യണം. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇനി ഒരു പക്ഷേ ഞാൻ കുടുംബത്തിന് വേണ്ടി ജീവിച്ചു, എൻ്റെ ജീവിതമെല്ലാം എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഹോമിച്ചു, എനിക്ക് എൻ്റെ സദ്ഗതിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത അവസരം എന്ന് പറയുന്നത് അന്ത്യേഷ്ടിക്രിയയാണ്. 16 സംസ്കാരങ്ങളിൽ ഒന്നാണ് അന്ത്യേഷ്ടിക്രിയ. അന്ത്യേഷ്ടിക്രിയ എന്ന് വെച്ചാൽ എന്താണ്? ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ, അത് അച്ഛൻ, അമ്മ, അപ്പോൾ എന്താവണം? ആ മക്കൾ ആ മൃതശരീരത്തിന് ചില
ക്രിയകൾ ചെയ്യണം. പ്രധാനമായിട്ടും എന്തൊക്കെ ചെയ്യണം എന്ന് വെച്ചാൽ ആ ശരീരത്തിലെ ഗംഗാജലം തളിക്കണം. എന്തിനാ ഗംഗാജലം തളിക്കുന്നത്? ഈ ഗംഗാജലം എവിടുന്നാ വരുന്നത്? ഭഗവാന്റെ പാദത്തിൽ നിന്നാണ് വരുന്നത്, അല്ലേ? വാമനമൂർത്തി ത്രിവിക്രമനായിട്ട് അവതരിച്ച് ഈ ത്രിലോകങ്ങളും അളക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പാദം ബ്രഹ്മലോകത്തിൽ ചെന്നു. ആ സമയത്ത് ബ്രഹ്മാവ് തൻ്റെ കമണ്ഡലിൽ നിന്നുള്ള തീർത്ഥം ഉപയോഗിച്ച് ഭഗവാന്റെ പാദത്തെ അഭിഷേകം ചെയ്തു. ആ ജലമാണ് എന്തായി രൂപം കൊണ്ട് താഴോട്ട് വന്നത്? ഗംഗാജലമായിട്ട് രൂപം കൊണ്ടത്. അപ്പൊ ഭഗവാന്റെ പാദതീർത്ഥാണ് അത്. ആരുടെ ശരീരത്തിൽ സ്പർശിച്ചാലും അവരുടെ പാപങ്ങളൊക്കെ ഇല്ലാതെയാവും. അപ്പൊ ആദ്യം ഈ മക്കൾ ചെയ്യേണ്ടത് എന്താണ്? മരണസമയത്ത് കുറച്ച് ഗംഗാജലം കൊടുക്കുകയോ, അല്ലെങ്കിൽ ആ സമയത്ത് അവർക്ക് അടുത്ത് നിൽക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ മരണത്തിന് ശേഷമെങ്കിലും ശരീരത്തിൽ ഗംഗാജലം തളിക്കണം. ഇനി രണ്ടാമത് ചെയ്യേണ്ടത് അന്ത്യേഷ്ടിക്രിയയിൽ വളരെ പ്രധാനം എന്ന് പറയുന്നത്, നിറയെ പുണ്യക്ഷേത്രങ്ങളുണ്ട്. ഇപ്പൊ കാശി, രാമേശ്വരം, ഹരിദ്വാർ, കാഞ്ചീപുരം, ദ്വാരക, അയോധ്യ, ബദ്രി, ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, അല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പുണ്യക്ഷേത്രങ്ങളുണ്ട്. ഈ പുണ്യക്ഷേത്രങ്ങളിൽ നിന്നും കുറച്ച് മണ്ണെടുത്ത് അതവരുടെ നെറ്റിയിൽ വച്ചു കൊടുക്കണം. എന്തിനാണ് അങ്ങനെ ചെയ്യേണ്ടത്? കാരണം ഈ പുണ്യക്ഷേത്രത്തിൽ ഭഗവാന്റെ പാദരേണുക്കളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ വൃന്ദാവനത്തിൽ നിന്നും മണ്ണെടുത്ത് കൊണ്ടുവരികയാണ്. വൃന്ദാവന മണ്ണിൽ ആരുടെ പാദരേണുക്കൾ ഉണ്ടാവും? ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദരേണുക്കൾ ഉണ്ടാവും, അല്ലേ? രാധാറാണിയുടെ പാദരേണുക്കൾ ഉണ്ടാവും, ഗോപികാ സ്ത്രീകളുടെ പാദരേണുക്കൾ ഉണ്ടാവും, യശോദയുടെ പാദധൂളി ഉണ്ടാവും, നന്ദഗോപരുടെ പാദധൂളി ഉണ്ടാവും, ഗോമാതാവിൻ്റെ പാദധൂളി ഉണ്ടാവും, അല്ലേ? അപ്പൊ അത് പുണ്യമായിട്ടുള്ള മണ്ണാണ്. അത് കുറച്ച് നെറ്റിയിൽ വെച്ച് കൊടുക്കണം. അപ്പം ഞങ്ങളൊരു 2-3 മാസം മുമ്പ് ഒരു വൃന്ദാവനത്തിലൊരു തീർത്ഥയാത്രയ്ക്ക് പോയിരുന്നു. അവിടെ രമൺ രതി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നല്ല സോഫ്റ്റ് മണ്ണാണ്. അവിടുന്ന് എല്ലാ ഭക്തന്മാരും കുറച്ച് മണ്ണെടുത്ത് കൊണ്ടുപോകും. കാരണം ആ മണ്ണിലാണ് ഭഗവാൻ ഇരുന്ന് ഗോപന്മാരുമായിട്ട് ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചത്. അവിടെയാണ് ഭഗവാൻ കളിച്ചു മറിഞ്ഞത്. ഇപ്പൊ ഭഗവാന്റെയും ഭക്തന്മാരുടെയൊക്കെ പാദധൂളി നിറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആ വ്യക്തിയുടെ നെറ്റിയിൽ കുറച്ച് മണ്ണ്, എവിടുത്തെ മണ്ണ്? വൃന്ദാവനമോ അല്ലെങ്കിൽ മായാപുരിയോ അതുപോലുള്ള പുണ്യധാമങ്ങളിലുള്ള കുറച്ച് മണ്ണ് വെച്ച് കൊടുക്കണം. മൂന്നാമത് ചെയ്യേണ്ടത് തുളസി തണ്ട് ആ ശരീരത്തിൽ സ്പർശിക്കുന്ന രീതിയിൽ വച്ച് ആ ശരീരത്തെ അഗ്നി സംസ്കാരം ചെയ്യണം. തുളസി തണ്ടെന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ വീട്ടിലൊക്കെ തുളസി വളർത്തുമല്ലോ. ഇപ്പോൾ ഒരു സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു 6 മാസം കഴിയുമ്പോൾ ഈ തുളസി കുറച്ച് ഉണങ്ങും. പിന്നെ നമ്മൾ വേറൊരു തുളസി വെക്കണം, അല്ലേ? ഈ ഉണങ്ങിയ തുളസിയെ കളയരുത്. അത് നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ അതിൻ്റെ ആ തണ്ടെല്ലാം നല്ല ഡ്രൈ ആവും. അതൊടിച്ച് നമ്മൾ ഈ വ്യക്തിയുടെ ശരീരത്തിൽ വച്ചിട്ട് ദഹനക്രിയ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് സദ്ഗതി കിട്ടും എന്ന് തുളസി മഹാത്മ്യത്തിൽ പറയുന്നു. അപ്പൊ ഈ 3 കാര്യങ്ങളും അന്ത്യേഷ്ടിക്ക് പ്രധാനമാണ്. ബാക്കിയും ചടങ്ങുകളുണ്ട്, പക്ഷെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? മറന്നോ? ആദ്യത്തത് ഗംഗാജലം. പക്ഷെ നമ്മുടെ വീട്ടിൽ ഗംഗാജലം ഇല്ലല്ലോ, പിന്നെ എന്ത് ചെയ്യും? അപ്പൊ ഗംഗാജലം വാങ്ങി സൂക്ഷിക്കണം. നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കാശിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കടയിൽ ചെറിയൊരു കുംഭം ഉണ്ടാവും, സീൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? അതിനുള്ളിൽ എന്താണ്? ഗംഗാജലമാണ്. ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യക്കാരെല്ലാം ഇത് വാങ്ങിക്കൊണ്ടുപോകും. അപ്പം ഗംഗാജലം തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ ഉണ്ടാവണം. ഈ പുണ്യധാമങ്ങളിൽ നിന്നുള്ള മണ്ണുണ്ടാവണം. ഇപ്പം ഞാൻ ഈ തിലകം ഇട്ടിരിക്കുന്നത്, എൻ്റെ പേരെന്താണ്? തിലകം. ഇതെന്തുകൊണ്ടായിട്ടിരിക്കുന്നതെന്നറിയാമോ? ഗോപി ചന്ദനാണ്, ചന്ദനമല്ല. പലരും വിചാരിച്ചിരിക്കുന്നത് ഇത് ചന്ദനാണെന്ന്. ചന്ദനമല്ല, ഗോപി ചന്ദനം. ഗോപി ചന്ദനം എന്ന് പറഞ്ഞാൽ ഒരു മണ്ണാണ്. എവിടുത്തെ മണ്ണാണെന്ന് ചോദിച്ചാൽ ദ്വാരകയിലെ മണ്ണാണ്. ദ്വാരകയിൽ ഗോപി തലാവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടുന്ന് എടുക്കുന്ന മണ്ണാണ് നമ്മൾ തിലകമായിട്ട് ഇടുന്നത്, അല്ലേ? അപ്പോൾ ഇതെല്ലാം അന്ത്യേഷ്ടിക്രിയ.
ഇത് രണ്ടാമത്തെ ചാൻസ്. ആദ്യത്തെ ചാൻസ്, മുക്തിക്കുള്ള ചാൻസ് എന്താണ്? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ ആ വ്യക്തിയെല്ലാം ചെയ്യണം. പ്രധാനമായിട്ട് നാമജപം, ഭാഗവത ശ്രവണം, അല്ലെങ്കിൽ തീർത്ഥയാത്രകൾ, ഇതൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്യണം. നമുക്ക് വേണ്ടിയിട്ട്, കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാൻ ജീവിച്ചു, എനിക്ക് ഒന്നിനും സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് തെറ്റിപ്പോയാൽ പിന്നെ സെക്കൻഡാണ് അന്ത്യേഷ്ടി ക്രിയ. ഇനി അതും ചെയ്തില്ല, നമ്മുടെ മക്കൾക്ക് നമ്മൾ അങ്ങനെയുള്ള ട്രെയിനിങ്ങേ കൊടുത്തിട്ടില്ല. മക്കൾ അമേരിക്കയിലാണ്, അവർ പറയുന്ന അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് എത്രയാ ചെലവ്, അതിൻ്റെ ബില്ല് എനിക്ക് അയച്ചു തന്നാൽ മതി, ഞാൻ ഗൂഗിൾ പേ ചെയ്തോളാം. അങ്ങനത്തെ മക്കളാണെന്നുണ്ടെങ്കിൽ അതും പോയി. അപ്പൊ പിന്നെ മൂന്നാമത്തെ ചാൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ സംസ്കാരം കഴിഞ്ഞതിന് ശേഷം ചിതാഭസ്മമുണ്ട് അല്ലേ? ഈ ചിതാഭസ്മത്തെ പുണ്യനദികളിൽ ഒഴുക്കണം, ഗംഗയിൽ, യമുനയിൽ ഒക്കെ ഒഴുക്കണം. അങ്ങനെ ചെയ്താലും സദ്ഗതിയുണ്ട്. അതും ചെയ്തില്ല, കുട്ടികൾ ഭയങ്കര ബിസി, ചോദിച്ചാൽ ലീവ് കിട്ടിയില്ല എന്നാ പറഞ്ഞത്. അപ്പൊ അവിടെ എവിടെയെങ്കിലും ഒഴുക്കിയേക്ക്, ഞങ്ങൾക്കിനി ലീവുകളൊക്കെ എടുത്തിട്ട് ഇവിടെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതും പോയി. അപ്പൊ പിന്നെ അടുത്ത ചാൻസ് എന്താ? അടുത്ത ചാൻസാണ് ഗയാശ്രാദ്ധം. ഗയ എന്ന് കേട്ടിട്ടുണ്ടോ? എവിടെയാ? ബീഹാറിൽ അല്ലേ? ഗയയിൽ ചെന്നൊരു ശ്രാദ്ധം ചെയ്യുക. അയ്യോ, ഗയ വരെ പോകാനൊക്കെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ അതും പോയാൽ പിന്നെ എന്താ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ തിരുനെല്ലിയിലൊക്കെ ചെയ്യും. അതായത് ഇങ്ങനെ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യാതെ ഇരിക്കുമ്പോൾ കുടുംബത്തിൽ നിറയെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ജ്യോത്സ്യന്മാർ പറയും ഇത് വന്നിട്ട് പിതൃശാപം, പിതൃദോഷം എന്നൊക്കെ പറയും. അപ്പൊ പിതൃക്കൾക്ക് ഗതി കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അപ്പൊ എന്ത് ചെയ്യുന്നറിയാമോ? ഈ ഗതി കിട്ടാത്ത പ്രേതാത്മാവിനെ ഒരു വെള്ളി പ്രതിമയിൽ ആവാഹിച്ച്, തിരുനെല്ലിയിൽ അങ്ങനെയാ ചെയ്യുന്നത്, വെള്ളി പ്രതിമയിൽ ആവാഹിച്ച് ആ വെള്ളി പ്രതിമയുടെ മുമ്പിലിരുന്ന് ഭാഗവത സപ്താഹം നടത്തും. അപ്പൊ നിങ്ങൾക്ക് തീരുമാനിക്കാം, വെള്ളിപ്രതിമയ്ക്കകത്തിരുന്ന് സപ്താഹം കേൾക്കണോ, അതോ ഇവിടെ നല്ല സുഖമായിട്ട് ചെയറിലിരുന്ന് കുളത്തിങ്കരയിൽ കേൾക്കണോ? അതാർക്ക് തീരുമാനിക്കാം? നമുക്ക് തീരുമാനിക്കാം. അങ്ങനെ കേൾക്കുന്നതാണ് നല്ലത്. അപ്പൊ ഭാഗവത സപ്താഹം ഇങ്ങനെ നടത്തുമ്പോൾ ചില കുട്ടികൾ പറയും, അയ്യോ 7 ദിവസമൊന്നും ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പൊ വീണ്ടും കാരുണ്യത്തോടു കൂടി ഭാഗവതത്തിലൊരു വിധി പറയുന്നുണ്ട്, 7 ദിവസം മുഴുവനും നിങ്ങൾക്ക് വായിച്ചു കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ ദശമസ്കന്ധമെങ്കിലും വായിക്കൂ എന്ന് പറയും. എന്താണ് ദശമസ്കന്ധത്തിന്റെ പ്രത്യേകത? ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലകളെല്ലാം വരുന്നത് ദശമസ്കന്ധത്തിലാണ്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു, ഭഗവാന്റെ തിരുമുഖമാണ്. ഓരോ സ്കന്ധത്തിനെയും ഭഗവാന്റെ ഓരോ അവയവത്തോട് ഉപമിച്ചില്ലേ? ഭഗവാന്റെ തിരുമുഖമാണ് ദശമസ്കന്ധം. 90 അധ്യായങ്ങളുണ്ട്. അയ്യോ, 90 അധ്യായങ്ങളൊക്കെ കുറച്ച് പാടാണെന്ന് പറഞ്ഞാൽ ഭാഗവതം പറയുന്നു അറ്റ്ലീസ്റ്റ് 12 സ്കന്ധത്തിന്റെ 12 അധ്യായമെങ്കിലും പൂർണ്ണമായിട്ടും കേൾക്കൂ, സദ്ഗതി ഉണ്ടാകും. ഇപ്പൊ കണ്ടോ, മറ്റ് എന്ത് ചെയ്താലും കിട്ടാത്ത ഒരു സദ്ഗതി എന്ത് ചെയ്താലും കിട്ടും? ഭാഗവത ശ്രവണത്തിലൂടെ കിട്ടും. അപ്പൊ അതാണ് ഭാഗവതത്തിന്റെ മഹാത്മ്യം. അപ്പൊ ഏതായാലും ഈ ദുന്ദുകാരിക്ക് മോക്ഷം കിട്ടിയില്ല. അപ്പൊ ദുന്ദുകാരി, ആ പ്രേതാത്മാവ് തൻ്റെ സഹോദരനായ ഗോകർണന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് മോക്ഷമില്ല, നീ തന്നെ എന്തെങ്കിലും ചെയ്യണം, നീ എൻ്റെ സഹോദരനല്ലേ. അപ്പോൾ ഈ ഗോകർണൻ സൂര്യദേവനെ പ്രാർത്ഥിച്ചു. അദ്ദേഹം പറഞ്ഞു, ഏറ്റവും പാപം ചെയ്ത ആൾക്കാർ, വേറെ എന്ത് പരിഹാരം ചെയ്താലും ഗതി കിട്ടാത്തവർക്ക് ആത്യന്തികമായിട്ടുള്ള പരിഹാരം എന്ന് പറയുന്നത് ഭാഗവത സപ്താഹ ശ്രവണം. അതിലെല്ലാ പാപങ്ങളും പോകും. അതിൽ ഗതി കിട്ടിയില്ല എന്നുള്ള അവസ്ഥയെ വരില്ല. അപ്പൊ സപ്താഹം ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഗോകർണൻ എന്ത് ചെയ്തു? ഈ പ്രേതാത്മാവിനെ 7 മുട്ടുകളുള്ള ഒരു മുളം തണ്ടിലേക്ക് ആവാഹിച്ചു. നേരത്തെ പറഞ്ഞില്ലേ, തിരുനെല്ലിയിൽ എവിടെ ആവാഹിക്കുന്നത്? വെള്ളിപ്രതിമയിൽ ആവാഹിക്കും. അപ്പൊ ഗോകർണൻ ഈ പ്രേതാത്മാവിനെ ഈ മുളം തണ്ടിൽ ആവാഹിച്ചിട്ട് സപ്താഹം ചെയ്യാൻ തുടങ്ങി. ആദ്യത്തെ ദിവസത്തെ സപ്താഹം പൂർണ്ണമായതും ആദ്യത്തെ ആ മുട്ട് പൊട്ടി. രണ്ടാമത്തെ ദിവസം രണ്ടാമത്തത്, 3, 4, 5, 6, 7. 7-ാം ദിവസം ഈ ആത്മാവ് നേരെ ഒരു ദിവ്യരൂപം ധരിച്ച് വൈകുണ്ഠത്തിലേക്ക് യാത്രയായി. അപ്പൊ ഈ ഗ്രാമവാസികൾക്കൊക്കെ വലിയ അത്ഭുതം. ഈ സപ്താഹം കേൾക്കാൻ ഗ്രാമവാസികളും പ്രേതാത്മാവും ഉണ്ടായിരുന്നു.
പക്ഷെ ധുന്തുകാരിക്ക് മോക്ഷം കിട്ടി, ഞങ്ങൾക്ക് എന്താ കിട്ടാത്തതെന്ന് ചോദിച്ചപ്പോഴാണ് ഗോകർണൻ പറഞ്ഞത്, ആ ധുന്തുകാരി കേട്ടതുപോലെയല്ല നിങ്ങൾ ഭാഗവതം ശ്രവണം ചെയ്തത്. ധുന്തുകാരി വിശപ്പും ദാഹവും ഉറക്കവും എല്ലാറ്റിനെയും ത്യജിച്ചാണ് ഭാഗവതം കേട്ടത്. അത് പൂർണ്ണമായിട്ട് മനസ്സിലേക്ക് ആവാഹിച്ചാണ് കേട്ടത്. ആര് കേട്ടതുപോലെ? പരീക്ഷിത്ത് എന്ന മഹാരാജാവ് ഗംഗാനദിയുടെ തീരത്തിരുന്ന് ശുകദേവ ഗോസ്വാമിയുടെ അടുത്തുനിന്ന് ഭാഗവതം കേട്ടതുപോലെ. അതുപോലെ കേട്ടാൽ നിങ്ങൾക്കും മോക്ഷം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഗ്രാമവാസികൾക്ക് വേണ്ടിയിട്ട് ഗോകർണൻ വീണ്ടും ഭാഗവത സപ്താഹം നടത്തി. ആ സപ്താഹത്തിന്റെ ഒടുവിൽ ആയിരക്കണക്കിന് പുഷ്പക വിമാനങ്ങൾ വൈകുണ്ഠത്തിൽ നിന്ന് വന്ന് സപ്താഹം കേട്ട എല്ലാവരെയും വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയി. അപ്പൊ നിങ്ങൾ എത്ര പേര് വൈകുണ്ഠത്തിലേക്ക് പോകാൻ തയ്യാറാണ്? നന്നായിട്ട് കേട്ടാ 7-ാം ദിവസം പ്ലെയിൻ വരും. അയ്യോ അപ്പ വേണ്ട, ഞങ്ങൾക്കിവിടെ ജീവിച്ച് കൊതി തീർന്നില്ല. പേടിക്കണ്ട, 7-ാം ദിവസം ഒന്നും വരത്തില്ല. കാരണം ഭഗവാനും അറിയാം നമ്മുടെ ഉള്ളിൽ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്ന്. അദ്ദേഹം കാരുണ്യവാനാണ്. നമ്മുടെ ആഗ്രഹങ്ങളെയൊക്കെ പൂർത്തിയാക്കി ഭഗവാൻ നമുക്ക് എപ്പോഴാണോ പോകേണ്ടത് ആ സമയത്ത് നമ്മളെ ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ ഈ ലോകത്തിൽ എനിക്ക് എന്ത് പറ്റും? സപ്താഹം കേട്ടത് കൊണ്ട് എനിക്ക് എന്താ പ്രയോജനം എന്ന് ചോദിച്ചാൽ നമ്മുടെ പാപങ്ങളെല്ലാം നശിക്കും. നമ്മുടെയൊക്കെ ഇപ്പൊ ഇവിടെ വരുന്ന മിക്കപ്പോഴും സപ്താഹം കേൾക്കാൻ വരുന്ന ഒരു ആൾക്കാരുടെ ഒരു ഏജ് ഗ്രൂപ്പ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പ്രായമായവരാണ്, സീനിയർ സിറ്റിസൺസ് ആണ് കൂടുതലും വരുന്നത്. സീനിയർ സിറ്റിസൺസിൻ്റെ ഏറ്റവും വലിയ പ്രധാന ഒരു പരാതി എന്ന് പറയുന്നത് ഇരുന്നാ എണീക്കാൻ വയ്യ, എണീറ്റാ ഇരിക്കാൻ വയ്യ, കിടന്ന ഉറക്കവും വരത്തില്ല. പക്ഷെ ഭാഗവതം കേൾക്കാതിരിക്കുമ്പോൾ തല ഇങ്ങനെ താഴെ വീഴും, പോയി കിടന്നാലോ ഉറക്കം വരത്തില്ല. ഇങ്ങനെ കുറേ പരാതികൾ, പ്രധാനമായിട്ടും മുട്ടുവേദന, തലവേദന, ആ വേദന, ഈ വേദന. പിന്നെ ഒരു അമ്മൂമ്മ പറഞ്ഞ അതൊക്കെ പിന്നെയും സഹിക്കാം, ഈ അടുത്ത കാലത്ത് മുടിയൊക്കെ നരയ്ക്കണം സ്വാമി, അതിനിപ്പോൾ എന്ത് ചെയ്യുന്നു? അമ്മൂമ്മയ്ക്ക് 72 വയസ്സായി, അതാണ് അമ്മൂമ്മയുടെ പ്രശ്നം. മുട്ടുവേദന പിന്നെയും സഹിക്കാമെന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പല പ്രശ്നങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ശാസ്ത്രം പറയുന്നു, പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ജായത്തെ. നമുക്ക് ഈ വ്യാധികളൊക്കെ വരാൻ എന്താ കാരണം? പൂർവജന്മകൃതം പാപം. എല്ലാ വിധത്തിലുള്ള പാപങ്ങളും നശിക്കും എന്ത് ചെയ്താൽ? ഭാഗവതം കേട്ടാൽ. അത് ഞാൻ ഭാഗവതം ഉറങ്ങി കേട്ടാൽ എന്നാലും കുഴപ്പമില്ല. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കുറച്ച് ഉറങ്ങി കുറച്ച് ഉണർന്ന് എന്നാലും കുഴപ്പമില്ല. ഭാഗവതം കേട്ടാൽ പാപങ്ങൾ പോകും. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ പോകും. ഇത് ശ്രീമദ് ഭാഗവതമാണ്. ഭാഗവതം എവിടെയാണോ ആലപിക്കുന്നത്, എവിടെയാണോ ഭാഗവതം പറയുന്നത്, അവിടെ ഭഗവാനും ശ്രീദേവിയും ഉണ്ടാവും. അപ്പൊ ലക്ഷ്മി കടാക്ഷവും നമുക്ക് ഭാഗവത ശ്രവണത്തിലൂടെ കിട്ടും. നമ്മുടെ പാപങ്ങളും നശിക്കും. അപ്പൊ ഇനി നേരത്തെ പറഞ്ഞതുപോലെ കർത്താവോ തുഞ്ചത്തുളവായ ദിവ്യൻ, പിന്നെ ചൊല്ലുന്നതോ രാമകഥ, അല്ലേ? ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം, അല്ലേ? അപ്പൊ എല്ലാം ഉണ്ട് ഭാഗവതത്തിൽ. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും 7 ദിവസവും മുടങ്ങാതെ തന്നെ ഭാഗവത ശ്രവണത്തിനെത്തണം. ഇന്ന് തന്നെ ഒരു സങ്കല്പം എടുക്കുക, ഒന്ന് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് പോവുക, ഭഗവാനെ ഞങ്ങൾക്ക് 7 ദിവസവും മുടങ്ങാതെ സപ്താഹ ശ്രവണം ചെയ്ത് എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും നേടുവാൻ ഞങ്ങൾക്ക് അങ്ങയുടെ ആ ഒരു കാരുണ്യം വേണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു സങ്കല്പം എടുത്തിട്ട് പോവുക. തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. ഹരേ കൃഷ്ണ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ്. കുളത്തിൻകര ശ്രീകൃഷ്ണ സ്വാമി കി ജയ്.